നമസ്കാരം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ പാം ട്രീ റെയ്ഡിൽ 1170 കോടിയുടെ വ്യാജ ഇടപാട് GST വകുപ്പ് കണ്ടെത്തി. ആക്രി, സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെ പരിശോധനയിലാണ് കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. ആകെ 209 കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടായതായി കണ്ടെത്തി. ഇന്നലെ പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ 148 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. ഷെൽ കമ്പനികൾ ഉണ്ടാക്കി നികുതി വെട്ടിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന. കേരളത്തിൽ ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനാണിതെന്നും GST വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ GST രഹസ്യാന്വേഷണ വിഭാഗവും എൻഫോഴ്സ്മെന്റ് വിഭാഗവും ചേർന്നാണ് ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ പരിശോധന നടത്തിയത്. നികുതി വെട്ടിപ്പ് നടത്തിയവരുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും രാത്രിയിലും പരിശോധന തുടർന്നിരുന്നു. തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മറ്റു വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ID കാർഡുകൾ ഉപയോഗിച്ച് അവരുടെ പേരുകളിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്താണ് നികുതി വെട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി 148 വ്യക്തികളുടെ പേരിലെടുത്ത GST രജിസ്ട്രേഷനുകളിലായി 1170 കോടി രൂപയുടെ വ്യാജ ഇടപാട് നടത്തിയതിൽ 209 കോടി രൂപയുടെ നികുതി നഷ്ടം വരുത്തിയതായാണ് കണ്ടെത്താനായത്. മുൻപ് വ്യാജ ബില്ലിംഗിനെതിരെ നടപടിയെടുക്കാൻ രാജ്യവ്യാപകമായി പ്രത്യേക ഡ്രൈവ് നടത്തിയിരുന്നു. കേരളത്തിലും ഇത്തരം നികുതി വെട്ടിപ്പിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരം നികുതി വെട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെയുള്ള അന്വേഷണവും നടപടികളും ശക്തമായി തുടരുമെന്നും സംസ്ഥാന GST കമ്മീഷണർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ സാമ്പത്തിക വർഷം ശരാശരി ചരക്ക് സേവന നികുതി വരുമാനത്തിൽ മികച്ച വളർച്ചയാണ് രാജ്യവ്യാപകമായി ഉണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 11 മാസത്തെ ശരാശരി GST കളക്ഷൻ 1.67 ലക്ഷം കോടി രൂപയാണ്. അതേസമയം 2022-23 ശരാശരി GST കളക്ഷൻ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലെ GST കളക്ഷൻ 12.5% വർദ്ധിച്ച് 1,68,337 കോടി രൂപയായി. ആഭ്യന്തര വ്യാപാര ഇടപാടുകളിലെ GST വരുമാനം 13.9% വർദ്ധിച്ചു. ചരക്കുകളുടെ ഇറക്കുമതിയിൽ നിന്നുള്ള GST വരുമാനം 8.5% ഉയർന്നു. റീഫണ്ടുകൾ കൊടുത്തതിന് ശേഷം ഫെബ്രുവരി മാസത്തെ GST കളക്ഷൻ 1.51 ലക്ഷം കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനേക്കാൾ 13.6% കൂടുതലായിരുന്നു. 2023-24 GST വരുമാനത്തിൽ തുടർച്ചയായ വളർച്ചയുണ്ടായതായി ധനമന്ത്രാലയം അറിയിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലെ GST കളക്ഷൻ 18.40 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് 2022-23 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 11.7% കൂടുതലാണ്.